എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നകുലൻസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്ന പ്ലം കേക്കിലിടുന്ന ഡ്രൈ ഫ്രൂട്ട് മിക്സാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ എടുക്കാൻ പോകുന്നത് ഓറഞ്ച് പീലാണ്. ഓറഞ്ചിൻ്റെ തൊലി ഒന്ന് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. ഇത് പഴുത്ത ഓറഞ്ച് നല്ലപോലെ കഴുകി തുടച്ച് വൃത്തിയാക്കിയതാണ്. കടയിൽ നിന്ന് വാങ്ങാനും കിട്ടും, നമുക്കിങ്ങനെ വീട്ടിലുണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ ഓറഞ്ച് പീലോ അല്ലെങ്കിൽ ഇഞ്ചി വിളയിച്ചതൊക്കെയാണ് ഇതിൻ്റെ ഏറെ ടേസ്റ്റ് നമുക്ക് പ്ലം കേക്കിന് തരുന്നത്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 2 ടീസ്പൂൺ ഓറഞ്ചിൻ്റെ തൊലിയാണ്. ഇത് ചെറിയ 2 ഓറഞ്ചിൻ്റെ തൊലിയാണ് എടുത്തിരിക്കുന്നത്. 1/4 കപ്പ് ഉണക്കമുന്തിരി കറുത്തത്. എല്ലാം 1/4 കപ്പ് അളവിലാണ് ഞാനിവിടെ എടുക്കുന്നത്. ഓറഞ്ചിൻ്റെ പീല് കുറച്ചാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ അത് കഴിച്ചു പോകും. ഇത് പൈനാപ്പിളിൻ്റെ ക്യാൻഡിയാണ്. ഇതിങ്ങനെ കടയിൽ വാങ്ങാൻ കിട്ടുന്നതാണ്. ഇത് നല്ലപോലെ ചെറുതാക്കി ഒന്ന് മുറിച്ചെടുക്കുക. ടൂട്ടി ഫ്രൂട്ടി കഷ്ണങ്ങളുടെ ആ വലിപ്പം മതി നമുക്കിവിടെ. അപ്പോൾ ഇതും 1/4 കപ്പ്. ഇനി 1/4 കപ്പ് ഇഞ്ചി വിളയിച്ചത്. ഇത് കുറച്ച് പഴുത്ത മാങ്ങയാണ്, പഴുത്ത മാങ്ങ ഉണങ്ങിയത്, ക്യാൻഡി രൂപത്തിലുള്ളത്. അപ്പോൾ ഇതും 1/4 കപ്പ് എടുക്കാം. ഇനി കുറച്ച് കിവി ഉണങ്ങിയത്. ഇത് കുറച്ച് കളർഫുൾ ആവാൻ വേണ്ടി മാത്രം ചേർക്കണത്, അത് ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് ഈന്തപ്പഴം ഉണങ്ങിയതാണ്. ഇത് നല്ലപോലെ ഉണങ്ങേണ്ട ആവശ്യമില്ല, എന്നാൽ നല്ലപോലെ പഴുത്ത് അളിഞ്ഞതും ആവാൻ പാടില്ല. അതിൻ്റെ ഇടയിലുള്ളത് എടുക്കണം. ശരിക്കും ഈന്തപ്പഴവും കറുത്ത മുന്തിരിയും കൂടി ഇട്ടിട്ടുള്ള കേക്ക് തന്നെ വളരെ ടേസ്റ്റിയാണ്. അങ്ങനെ ഒരു കേക്ക് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടിട്ടുണ്ട്, പ്ലം കേക്ക്. അപ്പോൾ ഇതെല്ലാവരും പോയി കാണണം. ഇനി വേണ്ടത് കുറച്ച് സാധാ ഉണക്കമുന്തിരിയാണ്, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് കുറച്ച് മതി, ഒരു 2 സ്പൂണൊക്കെ മതി. കറുത്ത മുന്തിരി ഉപയോഗിക്കുന്നതുകൊണ്ടാണ് കേട്ടോ കുറച്ചെടുക്കുന്നത്. ഇത് പല കളറിലുള്ള ടൂട്ടി ഫ്രൂട്ടിയാണ്. ഇത് കപ്പളങ്ങ കൊണ്ട് നമുക്ക് വീട്ടിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. ഇതിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിയതാണ്. ഇതും 1/4 കപ്പ് എടുക്കാം. ഇത് ചെറിയാണ്, ഇതും ഒരു 1/4 കപ്പ് എടുക്കാം. ഇനി എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ഒന്ന് അരിഞ്ഞെടുക്കാം. ഇതിലേക്ക് ഫ്ലേവറിനായിട്ട് നമ്മൾ ഗരം മസാല ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഗ്രാമ്പൂ, പട്ട, ഏലക്ക, ഇത് മാത്രമേ ഉപയോഗിക്കേണ്ടൂ. ഗ്രാമ്പ് കുറച്ച് അധികം എടുക്കണം. അതായത് ഇവിടെ ഞാൻ 2 സ്പൂണാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ താഴെയായിട്ട് ഏലക്കായ എടുക്കുക. അതുപോലെ തന്നെ കുറച്ച് പട്ടയും എടുക്കുക. ഇതൊന്ന് ചൂടാക്കിയിട്ട് നല്ലപോലെ പൊടിച്ചെടുക്കണം. മസാല പൗഡർ അവിടെ മാറ്റി വയ്ക്കുക. ഇനി ഒരു പാനിൽ 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1 സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് അടുപ്പത്ത് വെച്ചതിന് ശേഷം ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കുക. നല്ലപോലെ കറുത്ത് പോകരുത്. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ഒന്ന് ഡാർക്കായി കഴിഞ്ഞാൽ, അതായത് കരിഞ്ഞു പോകരുത്. അങ്ങനെ ആ സമയത്ത് 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് കുറുക്കി അത് മാറ്റി വയ്ക്കുക. കുറുകണ സമയത്ത് ഇതിലേക്ക് ഫ്രൂട്ട്സുകളൊക്കെ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കുക. ഡ്രൈ ഫ്രൂട്ട്സൊക്കെ അതുപോലെ നല്ല ഭംഗിയായി അരിഞ്ഞെടുക്കുക. ടൂട്ടി ഫ്രൂട്ടീൻ്റെ ആ വലുപ്പത്തിൽ മതി. പാൻ അടുപ്പത്തു നിന്ന് മാറ്റി ആ ചൂടോടുകൂടി തന്നെയാണ് നമ്മൾ ഓറഞ്ച് തൊലി ഇട്ട് കൊടുക്കുന്നത്. കടയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ ഫ്രൂട്ട്സിൻ്റെ കൂടെ അരിഞ്ഞ് ഒന്നിച്ചിട്ടാൽ മതി. ഇതിപ്പോൾ നമ്മൾ പഴുത്ത ഓറഞ്ചിൻ്റെ തൊലി ചുരണ്ടി എടുത്തതുകൊണ്ടാണ് ഇതൊന്ന് ആദ്യം വിളയിച്ചെടുക്കുന്നത്. അടുപ്പത്ത് വെച്ച് ഒന്ന് വിളയിച്ചെടുത്തതാണ്. ഇനി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ബാക്കിയുള്ള ഫ്രൂട്ട്സും കൂടി ആഡ് ചെയ്യാം. ഫ്രൂട്ട്സ് ഇളക്കാനുള്ള സൗകര്യത്തിന് ഞാൻ പാത്രം ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മിക്സഡ് ഫ്രൂട്ട് ജാം ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ ഒരു ക്രഷ് ഇട്ട് കൊടുക്കുക. ഇത് ബെറി ഫ്രൂട്ടിൻ്റെ ക്രഷാണ്. നമുക്ക് വേറെ ഏതെങ്കിലും ക്രഷ് കിട്ടുകയാണെങ്കിൽ ഓറഞ്ചിൻ്റെ ഒക്കെ നല്ലതാണ് കേട്ടോ. ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ ഇട്ടാലും ഒന്നും കൂടി ടേസ്റ്റാണ്, അതിന് വേണ്ടിയിട്ടാണ് ഇത് ആഡ് ചെയ്യണത്. ഇനി 1 ടേബിൾ സ്പൂൺ തേന്. ഇതിലേക്ക് നമ്മൾ ആദ്യം പൊടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാലപ്പൊടി ഒന്ന് ചേർത്ത് ഇളക്കി കൊടുക്കുക. ശരിക്കും നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഇൻസ്റ്റൻ്റായിട്ട് ഇത് തന്നെ ഉപയോഗിച്ചാൽ മതി. പക്ഷേ ഇതിപ്പോൾ കുറച്ച് ദിവസം മുന്നേ ആയതുകൊണ്ട് ഞാനിതിലേക്ക് കുറച്ച് ഈന്തപ്പഴ വൈൻ കൂടി ചേർക്കുന്നുണ്ട്. 1/2 കപ്പ് വൈൻ എടുത്തിട്ട് അതിന് ആവശ്യത്തിന് ഉപയോഗിക്കാം. അതൊന്ന് കുതിരുന്ന പാകത്തിന് മതി. ഇതിവിടെ നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ട്, അത് നിങ്ങളെല്ലാവരും പോയി കാണണം. വൈൻ ഉപയോഗിക്കുന്നതിന് പകരം നമുക്ക് റമ്മ് വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ എന്തായാലും ടേസ്റ്റ് തന്നെയാണ്. ഈ കൂട്ടത്തിൽ നമ്മൾ അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് ചെറുതായി നുറുക്കി ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടൊക്കെ വേണമെങ്കിൽ ഇതിൽ ഇട്ട് കൊടുക്കാം. വേറെയുള്ള ഡ്രൈ നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം. പക്ഷേ ഞാനിപ്പോൾ ഇത് ഫ്രൂട്ട്സ് മാത്രം, അതായത് ഡ്രൈ ഫ്രൂട്ട്സ് മാത്രമേ ഇങ്ങനെ ആക്കി വയ്ക്കുന്നുള്ളൂ. മറ്റേത് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് അപ്പോഴേ ചേർക്കുകയാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ അതും കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ വെച്ചാലും നല്ലതാണ്. നട്ട്സ് ചേർക്കണുണ്ടെന്നുണ്ടെങ്കിൽ ഈ 1/2 കപ്പ് വൈൻ തന്നെ ചേർക്കാം. ഇപ്പോൾ ഇത്രയും മതി. ഇനി ഇത് കേക്കിൽ ഉപയോഗിക്കുന്ന സമയത്ത് കുറച്ച് മൈദയിൽ തൂവിയിട്ട് വേണം കേട്ടോ ഇട്ട് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ അത് അടിയിൽ പോയി കിടക്കും. അപ്പോൾ അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നല്ലപോലെ ഒന്ന് മൈദ ഇട്ട് തൂവി കൊടുത്തതിന് ശേഷം വേണം ഇത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാൻ, കേക്കിലേക്ക്. ഇനി വൈനോ റമ്മോ ഒന്നും ഇല്ലെങ്കിലും ഓറഞ്ച് ജ്യൂസിൽ ഇട്ട് വെച്ചാൽ മതി. 1 ദിവസം 1/2 ദിവസമൊക്കെ വെച്ചിട്ട് കുതിർത്തിട്ട് നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും പോയി കാണണം. ഇതിൽ തന്നെ ഏറ്റവും കുറവ് ഉപയോഗിച്ചിരിക്കുന്നത് ഓറഞ്ച് പീലാണ്. പക്ഷെ അതിൻ്റെ മണം നല്ല പോലെ വരുന്നുണ്ട്, നല്ല സ്മെല്ലുണ്ട്. ഇതിൽ വേണമെങ്കിൽ പഞ്ചസാര കരിയിച്ചതൊക്കെ സ്കിപ്പ് ചെയ്യാം, അല്ലാതെ നമുക്ക് വെറുതെ അങ്ങനെ മിക്സ് ചെയ്ത് വെച്ചാലും മതി. കേക്കിൽ നമ്മൾ പഞ്ചസാര കരിയിച്ച് ചേർക്കുമല്ലോ, അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നമ്മളുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഒരു കുപ്പി പാത്രത്തിൽ എന്തിലെങ്കിലും സൂക്ഷിച്ച് വെക്കാം. സ്റ്റീലിൻ്റെ പാത്രത്തിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ലോഹപാത്രങ്ങളിലൊന്നും ഇട്ട് വെക്കരുത്. അല്ലാത്ത കുപ്പി പാത്രങ്ങളിലോ ഭരണിയിലോ സൂക്ഷിച്ച് വെക്കാം.
നല്ലപോലെ എയർ ടൈറ്റ് ആയിട്ട് എടുത്തു വെക്കുക. എന്നിട്ട് കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഉപയോഗിക്കുക. ഇതൊരു 2 ആഴ്ച വരെയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് എടുത്താലാവും ഒന്നും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അടുത്ത നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നവരേക്കും ബൈ.